ഹായ് ഗായ്സ്. അപ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, മനാഫ് ഭായി ആണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു വണ്ടിക്ക്. അതായത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ, അതായത് എൻ്റെ കടമയാണ് ഞങ്ങളോട് പറയണം എന്നുള്ളത്. കാരണം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് വിഷമം പറയാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വന്ന് പറയുമ്പോൾ പലരും ഇപ്പോഴും കളിയാക്കലാണ്. ഏത് വീണ്ടും നാരദം കുത്തിത്തിരിപ്പ്. അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായിരുന്ന ആള് ഞാനായിരിക്കുമല്ലോ. അതെ അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതൊരു അത്ര ഇതായിട്ട് തോന്നിയില്ല. നമുക്കിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വിമർശനങ്ങള് എന്തായാലും വരും. ആരും വിമർശനത്തിന് അതീതനായിട്ട് ആരുമില്ല. വിമർശനത്തേക്കാൾ ഉപരി ഞാനത് എന്തിനാ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. അതെ എനിക്കറിയാം. അതെന്താ പറഞ്ഞാൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ഒരു 500 കൂടുതൽ കോള് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വീട്ടിലത്തെ കോളും ഞാൻ എന്താക്കി എടുത്തിട്ടില്ല. ഞാൻ സൈലന്റ് ആക്കി പോക്കറ്റിൽ ഇട്ടേക്കല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനൊന്നുമില്ല, എന്റെ ഒരു പേഴ്സണൽ കാര്യം പറയായിരുന്നു. മൂപ്പര് ഇല്ല, ഞാൻ സത്യമായിട്ട് എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞാ നിങ്ങൾ വിഷമിക്കുന്നത് ഇന്നിപ്പോ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിനെ നമ്മൾ എന്താ ഇത് ചെയ്യരുത്. കാരണം നിങ്ങളെ കരിയറാ. നിങ്ങളെ പോലത്തെ ആൾക്കാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്താ പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ആളുകൾ ഒരു വേദനിക്കുന്ന ഒരുത്തന് സഹായമാവാൻ നിങ്ങളെ കൊണ്ട് കഴിയെങ്കിൽ പിന്നെ വേറെ ലൈഫ് സെറ്റായി. അതാണ് മനഫ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചിലത് അങ്ങനെയാണ്. ഇന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാം, നമ്മൾ അറിയാത്തയും ചെയ്യാത്തയും കാര്യത്തിന് നമ്മളോട് പറയുമ്പോ പിന്നെ പലപ്പോഴും നിങ്ങൾ പറയും ഇതിന്റെ ബാക്കിൽ ആരാ അറിയാന്ന്. നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും ചെയ്യാനുള്ള മനസ്സുമില്ല, ചെയ്യാൻ പറ്റൂല. അത്രേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും എന്താ പറഞ്ഞു വെച്ചാല് എന്താ പറയാ, ഇത് നമ്മളെന്താ പറയാ സുന്ദരമായ ഒരു സംഭവം. ഇനി ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാറി കഴിഞ്ഞു. ഇനിയിപ്പോ മനാഫ്ഖാന്റെ വഴിക്ക് അത്ര ഷാറുഖ് ഖാൻ പറഞ്ഞ മാതിരി ബഡേ ബഡേ ദേശം ചോട്ടെ ചോട്ടെ. അതേമാതിരി ഇതൊക്കെ ചെറിയ വിഷയമാണ്. പിന്നെ ആരും സായിബായിനെ എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലാത്തൊരു വിഷമം മറ്റുള്ളവർക്കും വേണ്ട. അതായത് ഉണ്ടാക്കി കൊടുക്കണേ ആൾക്കാരുടെ ഇടയ്ക്ക്. അതെ, അതാണ്. അത് എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഇന്നങ്ങട്ട് ഇല്ലാതാക്കണം തോന്നുന്നു. അങ്ങനെ നിങ്ങള് എല്ലാരും കൂടിയതാണല്ലോ ഈ ഭൂമി. അതെ, അതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്താ പറയാ ഓരോ പാർട്ട് ഉണ്ട്. നിങ്ങളെ പാർട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ വിഷയത്തിലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശരിക്കും ആരാ? ജസ്റ്റ് ഒരു മീഡിയേറ്റർ. നിങ്ങളൊരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാളെ കൊണ്ടൊരു ഇത് ചെയ്യിപ്പില്ല. അതെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വമേധയാ ഞങ്ങളടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ പറ്റി ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് മൂപ്പർക്ക് താല്പര്യമില്ല അങ്ങനെ വന്ന് പറയണേ, അതും റോങ് ആവുന്നുള്ള. നമ്മളെന്താ പറഞ്ഞാല് ഞാൻ ഇത്രയും കാലം ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇത്രയും കാലം നമ്മൾ എവിടാണ്, ഈ സമൂഹം എവിടാന്ന്. ഞാൻ രാവിലെ പണിക്ക് പോവും, രാത്രിയാവും വീട്ടിലെത്താൻ. വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി കുട്ടികളൊപ്പം കുറച്ച് നേരം കളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇതിങ്ങനെ റൊട്ടീൻസ്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. ഞാൻ ഇപ്പം ഈ അർജുൻ്റെ വിഷയത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഒരുപാട് സെയിം കാര്യമാണ്. ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ മിസ്സാക്കിയ കുറെ സാധനമുണ്ട്. നമ്മളെ വൈഫ്, നമ്മളെ ഫാമിലി, നമ്മളെ ഇല്ല. ഞാൻ പറഞ്ഞത് സമൂഹം ഭയങ്കരമായിട്ട് ചിന്തിച്ചിതറി കിടക്കുക. അപ്പം തന്നെ ഇത് ചിന്തറിയിട്ട് തന്നെ നിക്കണം എന്ന് ചില ആളുകൾ നിർബന്ധ ബുദ്ധി ഉണ്ട്. അത് മാറ്റണം. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മാറ്റണം. അതിങ്ങനെ കോള് വന്നുകൊണ്ട് ബിസി. ഓക്കെ. അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മൂപ്പരാട്ടോ ഇതിന് എഫേർട്ട് ഇട്ടത് ഇത് കഴിച്ചിലാക്കാൻ. അതായത് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചാൽ അല്ല, അങ്ങനെയല്ല, നിങ്ങൾ അതിൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ട് നിന്ന് അതോടുകൂടി എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനം കൂടി. എന്നാ ശരിയാ? ശരി. ഓക്കെ. അപ്പോൾ മനാഫ് ഭായി അങ്ങനെ പോയി. സംഗതി വേറെ ഒന്നുമില്ല. ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങളോട് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയുന്നത്. ഞാൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാറില്ല. അതായത് ഞാനൊരു കണ്ടന്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനോ സാധനമൊക്കെ ആയിട്ട് വളരെ റയറായിട്ടാണ് വരാറ്.
ഞാനിത് എപ്പോഴും പറയാറുണ്ട്. ഇത് എനിക്കെന്താ പറയുക, ഇതെനിക്ക് ഭയങ്കര എനിക്കിങ്ങനെ ഇന്നെ തീർക്കാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ മനാഫായിനോട് പറഞ്ഞാണ്, ഞാൻ ഇറങ്ങി പോരുമ്പോൾ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ വരുന്നത് ചോദിച്ചു. ഞാൻ ആറ് പോയി വീഡിയോ എടുക്കണം എന്തേ ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന കുത്തിത്തിരിപ്പൊന്നും മറ്റതും പറഞ്ഞ് കുറേ മറ്റേ സിനിമ പേജുകളിൽ ഇട്ട എൻ്റെ മീം അടിച്ച് കയറ്റി എൻ്റെ ക്രെഡിബിലിറ്റി, നിങ്ങളിത് ആലോചിക്കണം, ക്രെഡിബിലിറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ, ഞാൻ അഹങ്കാരിയാണ്. എന്നോട് ഒരു നേരം വർത്താനം പറഞ്ഞ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്, മനസ്സിലായോ? പിന്നെ ഇന്നങ്ങോട്ട് കിട്ടിയാൽ കൊല്ലാൻ നടക്കണ കുറേ, അതായത് അവർക്ക് ഇന്ന കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല, മനസ്സിലായില്ല? ഇന്ന ഏത് വഴിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ പിന്നെ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് കുത്തി തിരിച്ചുകൊണ്ട് ഉണ്ടാക്കും, എന്നിട്ടാണ് തുടങ്ങുവർ. ഇതിപ്പോൾ എന്താ പറയുക, വല്ലാണ്ട് നമുക്ക് എനിക്ക് ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ പറഞ്ഞു കേട്ടാലോ, ഞാൻ ചെയ്യാത്ത കാര്യത്തിൻ്റെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലോ അതെനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. ഇതെനിക്കങ്ങനെ കൊണ്ടു, അതാണ് ഉണ്ടായത്. കാരണം ഇതൊരു വേറെ ലെവലിലേക്ക് ഇത് കൊണ്ടുപോയി ആൾക്കാർ. എനിക്ക് ഒട്ടും എൻ്റെ ലൈഫിലേക്കൊരു ജാതി മതം രാഷ്ട്രീയം കയറി വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് പറയുന്നത്. ഞാൻ ഇട്ടൊരു വീഡിയോനകത്ത് തുറന്ന് അടിച്ച് പറഞ്ഞതാ, ഇവിടെ ഇതാണ് ഇവരെ ഉപയോഗിക്കുകയാണ് പലരും, മനസ്സിലായോ? പലരെയും ഇവിടെ ഉപയോഗിക്കുകയാണ്, പല സിറ്റുവേഷനും ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയവും മതമാണ്. അതിനുപരി മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങി തിരിച്ച് നടന്നിട്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ രാഷ്ട്രീയവും മതവും ഇല്ലാത്ത ഒരാളാണ്. എന്നെക്കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ പറ്റുന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇറങ്ങി തിരിക്കും. ഓക്കെ, ഇപ്പോൾ ആൾക്ക് പോട്ടെ. ഈ വീഡിയോ ഒന്നിനുമല്ല. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞതിൽ കയറി വണ്ടിയിലിരുന്ന് ഈ വീഡിയോ ഇടുന്നത് ഇത്രയൊക്കെ ഇന്ന നാട്ടുകാർ നാരദനും മറ്റേ എന്ത് സ്റ്റാർ, കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിപ്പോൾ കട്ടയ്ക്ക് നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കറിയാം ഞാനിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചു വാങ്ങിയ ചാനലൊന്നുമില്ല ആൾക്കാരോട്. ഞാൻ എവിടെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇഷ്ടപ്പെട്ടും എതിർത്തും അതിൽ ചിലപ്പോൾ എന്നെ പറ്റാഞ്ഞിട്ടും പറ്റിയിട്ടൊക്കെ വന്ന, സത്യം പറഞ്ഞാൽ എനിക്കാണത് കറക്റ്റ്. താനാ സാറിൻ്റെ കൂട്ടുന്നത് എൻ്റെ കാര്യത്തിലാണ് അത് കറക്റ്റ് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞൊരു ചാനലിൽ, ഈ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ സായികൃഷ്ണ നടക്കട്ടെ, സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാതെയും പറയാതെയാണ് ഇത്രയും ഇന്നെ ഇഷ്ടപ്പെട്ടും ഇന്നെ വിമർശിച്ചും ഇന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെയും ഒക്കെ ആൾക്കാർ വന്നിട്ടുള്ളത്. അവരെ മുന്നിൽ ഒരിക്കലും എനിക്ക് കുത്തിത്തിരിപ്പ് തോന്നും. കാരണം പലരും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പച്ച നുണയാണ്. ഇന്നെക്കുറിച്ച് പലരും പല സാഹചര്യത്തിലും എത്തിക്കുന്നത് പച്ച നുണ. ഞാൻ ഒരാളിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് സംസാരിച്ച് അയാളെ കാര്യം കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ ഇന്നെ എന്ത് ഇൻറ്റൻഷനിലാണ് വിളിക്കുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയുന്ന ആളാണ്. ഞാൻ അങ്ങനെ പറയും ചെയ്യും. അത് മനസ്സിലായി. എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹിയും ചിത്തുവായൊക്കെ വിമർശിച്ചിട്ടുള്ള എന്താ പറയുക, എന്തിനാ എല്ലാവരും ഫോൺ കൊടുക്കണേ, എന്തിനാ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കണേ, എന്തിനാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എന്താണ് ആവശ്യം, എന്താ എൻ്റെ പ്രശ്നം, ബിഗ് ബോസ് പോയി വന്നിട്ട് ഈ പഠിച്ചില്ലേ, ഒപ്പം നിന്നവരെ അവസ്ഥ കണക്ക് അറിയുമോ എന്നൊക്കെ പിന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്താ അറിയുമോ, ഞാൻ പിന്നെ അതിക്ക് എന്നെ തിരിച്ചു വരും. അപ്പം ഈ ഒരു വിഷയം കൂടി ആയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊക്കെ നോണയാണ് പറയുന്നത്. ഉളുപ്പുണ്ടോയെന്ന് ചോദിക്കാനുള്ളത് എനിക്ക് അത്രേ ഉള്ളൂ. ഉളുപ്പും നാണോ മാനമുണ്ടോ, എനിക്ക് അത്രേ ചോദിക്കാനുള്ളത്. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും കണ്ടൻ്റാണ് ഇല്ലാന്ന് പറഞ്ഞില്ല. അരിയാണ്, കണ്ടൻ്റാണ്. തുറന്ന് ഞാൻ പറയണം, അരിയാണ്, കണ്ടൻ്റാണ്, പൈസയാണ്. കമൻറ്റ് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് പൈസയ്ക്കല്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ, ചാണകം തിന്നാനാണോ? ഞാൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ്, പൈസയ്ക്കല്ലടാ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഉണ്ടാക്കിയ പൈസയോ ഞാനിതൊന്ന് ഉണ്ടാക്കിയ അരിയോ അതിൻ്റെ നേരെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ബിഗ് ബോസ് പോയപ്പോൾ പിന്നെ ഊരയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യം, കാരണം എന്താ പറയുക, എനിക്ക് ഞാൻ കണ്ടൻറ്റ് ഇട്ടവരോ അല്ലെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് വീഡിയോ ഉണ്ടോ എല്ലാവരുമായിട്ടും ഒരു ഹെൽത്തി റിലേഷൻ ഉള്ള ഒരാളാണ്. മനസ്സിലായോ? എന്നോട് കാര്യം പറഞ്ഞാലോ ഞാനൊരു കാര്യം പറഞ്ഞാലോ അത്രയും റെസ്പെക്റ്റ് ആയിട്ട് ഒരു ലൈന് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളെ വന്നിട്ട് നിങ്ങൾ ചില ആളുകൾ ചില അജണ്ട വെച്ച് കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വൺ ഡേ ഒരു ദിവസം ആയി നിന്ന്. പിന്നെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കര സെൽഫ് പ്രൊമോഷൻ നടത്തണം. ഞാനതൊന്നും ചെയ്യാറില്ല, പറയാറില്ല പല കാര്യങ്ങളും.
ഭയങ്കര സിറ്റുവേഷനാണിത്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ പറയാം, ബിഗ് ബോസിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ സിറ്റുവേഷനാണ് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലൈഫിൽ അനുഭവിച്ചത്. ലിറ്ററലി ഞാൻ വീഴാൻ പോയതാണ്. ഇന്ന് വീഴാൻ പോയതാണ്. ഞാൻ കംപ്ലീറ്റ്ലി തീർന്നു. പക്ഷെ അവിടെ നിന്ന് എല്ലാം റെഡിയായി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇത് വേറെ ഒന്നും പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, വിമർശിച്ചവരോടും ഇഷ്ടപ്പെട്ടവരോടും കൂടെ നിന്നവരോടും പിന്നുന്ന് കുത്തിയവരോടും എല്ലാവരോടും സന്തോഷം, ഇഷ്ടം, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇത്രയും ഹാപ്പിയിലാണ്. കുറേ പേർക്കുള്ള ഉത്തരമായി. പല കാര്യങ്ങളും നുണയായിരുന്നു എന്നുള്ളത് ഇവിടെ തെളിയും. പച്ച നുണ പറയുന്നവർ, അവരെ മുഖം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രേ പറയാനുള്ളൂ. സീക്രട്ടൈസേഷൻ ഇനിയും പറയാനുള്ളവർക്ക് പറയാം. നോ വറീസ്. നിങ്ങൾ പറഞ്ഞു, എത്രയും നിങ്ങൾ പറഞ്ഞു. വേറൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ തന്നെ വന്ന് ആക്സെപ്റ്റ് ചെയ്യാറില്ല ചില കാര്യങ്ങൾ ഉണ്ട്. മനസ്സിലായോ? ഞാൻ കള്ളനാണ്. പക്ഷെ കാട്ടുകള്ളന്മാരും ഭൂലോക കള്ളന്മാരുടെ ഇടയിലും ഞാൻ ഒരു കുട്ടിക്കള്ളൻ. മനസ്സിലായോ? ലോക കുത്തിത്തിരിപ്പും ലോക ഉടായ്പും കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കുട്ടി ഉടായ്പ, ഒരു കുട്ടി കുത്തിത്തിരിപ്പ്. ഇത്രയും ഞാൻ ഇന്നെ തന്നെ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഇന്നെ എങ്ങനെ കൂട്ടിയാലും നോ വറീസ്. എനിക്കെന്താ പറയുക, എനിക്ക് എൻ്റെ സന്തോഷം നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അറിയിക്കാൻ കയറി വന്നതാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ക്രിഞ്ച് അടിക്കാറുണ്ട്. റഫായി ഇന്നിവിടെ വന്നിരിക്കാൻ പറഞ്ഞത് എനിക്കത് ക്രിഞ്ച് അടിച്ചു. പക്ഷെ സ്റ്റിൽ ലൈക്ക് മൂപ്പര് വരും, ഇരിക്കും, പറയും എന്ന് പറഞ്ഞു. പിന്നെ നമുക്കവിടെ നോ ഇല്ല. ദാറ്റ്സ് ഇറ്റ്. വൺ ഡേ, ആ ഒരു ദിവസം. യെസ്.